ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് പഫ്സ് പോള. ഇത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തായി ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ പഫ്സ് പോള ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1.5 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 എണ്ണം വേണ്ടി വരും. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം ചെറുതായി മുറിച്ച് വെച്ചതാണ്. ഇനി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടായാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇതും നന്നായി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വേണം പൊടികൾ ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാൻ. അവസാനം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കാം. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ 3 എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് 4 കഷ്ണമാക്കി മുറിച്ച് വെച്ചതാണിത്. അതുപോലെ ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് കളഞ്ഞെടുത്തത് ആരും ഒഴിവാക്കരുത്. ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്ത കിച്ചൺ ടിപ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും നോക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ നല്ലപോലെ നെയ്യ് തടവി കൊടുക്കണം. സൈഡിലും അടിയിലുമെല്ലാം നല്ലപോലെ നെയ്യ് തടവി കൊടുക്കാം. ഇതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് എഗ്ഗിൻ്റെ കൂട്ടിൽ മുക്കിയതിന് ശേഷം അടിയിൽ നല്ലപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായി ഡിപ്പ് ചെയ്യരുത്. ചെറുതായി ഒന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ അടിഭാഗം മൊത്തം നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കാം. എത്ര പീസ് ബ്രെഡ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഓരോരുത്തർ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് മാറാം. സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി ബ്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നല്ലപോലെ എല്ലാ സൈഡിലും ഒരേപോലെ ആവുന്ന രീതിയിൽ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് ഓരോന്നായി വെക്കാം. നിങ്ങൾക്ക് എഗ്ഗ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 എണ്ണം മാത്രമേ പുഴുങ്ങിയെടുത്തിട്ടുള്ളൂ. എഗ്ഗും ഇതേപോലെ നിരത്തിയതിന് ശേഷം താഴെ വെച്ച പോലെ തന്നെ ബ്രെഡ് എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം മുകളിലും വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കണം.
ആവശ്യമാണെങ്കിൽ ബ്രെഡിൻ്റെ ചെറിയ പീസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എഗ്ഗ് മിക്സ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ അധികം മിക്സ് ബാക്കിയായിട്ടില്ല. ഇതിനെ അടച്ചു വെച്ച് ഇനി വേവിച്ചെടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പാത്രം വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി ഇത് ചെറിയ തീയിൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ഫ്രൈ പാനിൽ നെയ്യ് തടവാൻ മറക്കരുതേ. ഇനി ഇങ്ങനെ ഒരു 4 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ ഭാഗം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാവരും ഈ പോള ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.